കേരളത്തിന്റെ പുതിയ ബഡ്ജറ്റ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിയമമേഖലയിൽ അത് വളരെ കൃത്യമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ പൊതുവെ കോടതികളിലേക്ക് പോകുന്നതിന് തീരെ നിവർത്തിയില്ലെങ്കിൽ ആളുകൾ പോകാറുള്ളൂ. കാരണം സമയതാമസം, പണച്ചെലവ്, അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. പക്ഷെ എന്നാലും തീരെ നിവർത്തിയില്ലെങ്കിൽ കോടതി പോകേണ്ടി വരും. പുതിയ ബഡ്ജറ്റ് കോടതി പോകുന്ന ആളുകളെ ഒന്നുകൂടി ഭയപ്പെടുന്ന രീതിയിലാണ്. ജാമ്യത്തിനൊക്കെ എന്തായാലും പോകേണ്ടി വരും. പക്ഷെ മുൻകൂർ ജാമ്യത്തിന് നിങ്ങളിന് പോവുകയാണെങ്കിൽ 500 രൂപയാണ് മുൻകൂർ ജാമ്യത്തിന്റെ കോർട്ട് ഫീസ്. അത് മുമ്പുണ്ടായിരുന്നതിന്റെ എത്ര ഇരട്ടിയാന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ ഇരട്ടിയാണ്. സെഷൻസ് കോടതിയിലാണെങ്കിൽ അത് 200 രൂപയാണ്. പിന്നീടുള്ള സബ്സിക്വന്റ് ബെയിൽ ആപ്ലിക്കേഷൻ, ജാമ്യം കിട്ടാതെ വരുമ്പോൾ വീണ്ടും ഫയൽ ചെയ്യണമല്ലോ. അപ്പോൾ 2-3 ബെയിൽ ആപ്ലിക്കേഷൻസിന് കുറച്ച് കുറവുണ്ട്. മാജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിൽ 50 രൂപയാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാളും അത്ര കൂട്ടി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അതുപോലെ ഈ സർഫേസി നിയമപ്രകാരം പൊസിഷൻ എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ കൊടുക്കേണ്ടത് 1000 രൂപയാണ്. അത് ആരൊക്കെ ബാങ്കാണ് കൊടുക്കുന്നതെങ്കിലും അവസാനം അത് തലയിൽ വരുമ്പോൾ ലോൺ എടുത്ത ആൾക്കാരുടെ തന്നെ കുടിശ്ശികയായിട്ടായിരിക്കും വരിക. അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇൻജൻഷൻ സൂട്ടിന്, അതായത് എന്തെങ്കിലും അതിർത്തി തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻജൻഷൻ, നിങ്ങൾക്ക് ഒരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള കേസ് കഴിയുന്നതിന് മുമ്പ് തന്നെ റിലീഫ് ഒക്കെ കിട്ടുന്നതാണ് ഇൻജൻഷൻ എന്ന തുടക്കത്തിലൊക്കെ കിട്ടുന്ന റിലീഫ് ഇൻജൻഷൻ സൂട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇൻജൻഷൻ സൂട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് 2500 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്. വളരെ ചെറിയ ഫീസ് എന്നൊക്കെ തോന്നാമെങ്കിലും നിലവിലുണ്ടായിരുന്ന ഫീസിനേക്കാളും എത്രയോ ഇരട്ടിയാണെന്ന് മേഖലയിലുള്ളവർ പറയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ കരാറുകൾ എഴുതാറുണ്ട് പലരും, ഈ ഭൂമി വെക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടിയൊക്കെ. അങ്ങനെ കരാർ എഴുതിയിട്ട് ഭൂമി വിൽപ്പന നടക്കാതെ വരികയോ അല്ലെങ്കിൽ ഭൂമി തരാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്ന സൂട്ട് കൊടുക്കാം. ആ സൂട്ടിന്റെ കോർട്ട് ഫീസ് അതാണ് അതിഭീകരം. അത് ഇതിന്റെ മാർക്കറ്റ് വാല്യൂമായി ബന്ധപ്പെടുത്തി ഒരു തുക കണക്കാക്കും. അതല്ലെങ്കിൽ 20,000, ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് കൊടുക്കേണ്ടി വരിക. അതുപോലെ ഈസ്മെന്റ് അവകാശങ്ങൾ, ഡോമിനന്റ് ഓണർ, സെർവിയന്റ് ഓണർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നിരന്തരമായി ഒരു വഴി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അൺഇന്ററപ്റ്റഡ് ആയിട്ട് യാതൊരു തടസ്സവുമില്ലാതെ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചില അവകാശങ്ങളൊക്കെയാണ് ഈസ്മെന്റിലൊക്കെ വരിക. അപ്പം അങ്ങനത്തെ അതിനും 5000 രൂപയാണ് കോർട്ട് ഫീസ്. പാർട്ടീഷൻ സൂട്ട്, ഭാഗം ആധാരം ചെയ്യുന്ന സൂട്ടുകൾക്കൊക്കെ ആണെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ 200 രൂപയും സബ് കോടതിയിൽ 500 രൂപയും, അതും നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. സാധാരണ ആൾക്കാർ കൊടുക്കുന്ന ഒരു സൂട്ടാണ് സർവേസ് ആൻഡ് ബൗണ്ടറീസ് അനുസരിച്ച് ബൗണ്ടറി ഫിക്സ് ചെയ്യാനൊക്കെയുള്ള സൂട്ട്, അതിർത്തി തർക്കം ചെയ്യാനുള്ള സൂട്ട്. അത് കോടതി തന്നെ കമ്മീഷൻ വെക്കുകയും സർവേർ വെക്കുകയും, അതൊക്കെ സമയം പിടിക്കുന്ന നീണ്ടുപോകുന്ന പരിപാടിയാണ്. പക്ഷെ അതിന്റെ കോർട്ട് ഫീസ് 5000 രൂപയാക്കി ഉയർത്തി. വളരെ നിസ്സാരമായ കോർട്ട് ഫീസ് ഉണ്ടായിരുന്നത് 5000 രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പൊതുവെ ആളുകൾ കോടതിയെ ഇങ്ങനെ ഫീസിന്റെ കാര്യം ഓർത്തും ചെലവോർത്തും സമയനഷ്ടം ഓർത്തും ഒക്കെ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പൊതുവിൽ പറയാവുന്നത്. അല്ലാത്ത ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഭയന്ന് ജീവിക്കുന്നവർക്ക് ഒന്നുകൂടി ഭയം ജനിപ്പിക്കുന്ന തരത്തിലാണ് കോർട്ട് ഫീസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ എത്ര കോർട്ട് ഫീസ് ആണെങ്കിലും പലരും, പല അഭിഭാഷകരും ഒക്കെ ഉയർന്ന ഫീസ് വാങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാകാം, ചെറിയ കോർട്ട് ഫീസ് ആയിട്ടും. ഏതാണെങ്കിലും ഇത് കൂടുമ്പോൾ അതും കൂടും. ഇത് ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താവുന്ന, ആശ്രയിക്കേണ്ട ഒരു സ്ഥലമാണ് കോടതി. ജുഡീഷ്യറി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഓടി വരാനുള്ള ഒരു സ്ഥലമാണ്. ആ ഓടി വരാനുള്ള സ്ഥലത്ത് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഉയരത്തിൽ കോർട്ട് ഫീ കൊണ്ടുവന്നു എന്നുള്ളത് കേരളത്തിന്റെ ഈ ഒരു ബഡ്ജറ്റിന്റെ പ്രത്യേകത തന്നെയാണ്. 20 വർഷത്തിൽ ഒരിക്കൽ ആദ്യമായിട്ടാണ് ഇത്രയും കോർട്ട് ഫീ ഉണ്ടാക്കിയത്. ഇരട്ടിയാക്കാം, 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടിയൊക്കെ ആക്കാം. ഇത് എത്ര ഇരട്ടിയാണെന്ന് കണക്കൂട്ടിയെടുക്കേണ്ട രീതിയിലേക്ക് അത്രയും ഉയർന്ന ഒരു കോർട്ട് ഫീ കേരളത്തിന് സമ്മാനിച്ച ഒരു ബഡ്ജറ്റാണിത്.